നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുരന്തറിലെ ശരാരാത്ത് എന്ന് പറയുന്ന സോങ്ങിലെ ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. കുറേ പേര് കമൻസിലൂടെയും പേഴ്സണൽ മെസ്സേജസിലൂടെയൊക്കെ എൻ്റെ അടുത്ത് ആ ട്യൂട്ടോറിയൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് അതിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്യൂട്ടോറിയലും ലോങ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. സോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. പിന്നെ അടുത്ത ഏത് പാട്ടിൻ്റെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇടാം കേട്ടോ. കുറേ പേരൊക്കെ ഇന്ന് ട്യൂട്ടോറിയൽ എടുത്തിട്ടുണ്ട്. ട്രെൻഡ് ഔട്ടായ സോങ്ങും കൂടെയാണ്. പക്ഷെ ഞാൻ ഇതിപ്പോൾ നമുക്ക് വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ കസിൻസിൻ്റെ ആരുടെയൊക്കെയായാലും വരും. അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കുറേ പേര് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. ചുമ്മാ ഞാനും കൂടി ചെയ്തിട്ടാണെന്ന് വിചാരിച്ചു. വേറെ ട്യൂട്ടോറിയലെത്തും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോർഷൻ വരുന്നത് ആ ഒരു ടൂറായിരുന്നു സ്റ്റെപ്പാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞ് നിൽക്കുക. ഓക്കെ, റൈറ്റിലോട്ട് തിരിഞ്ഞ് നിൽക്കുക. നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഇതുപോലെ കുറച്ചുകൂടി പൊക്കി വെക്കുക, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ലെഫ്റ്റ് കൈ ഹിപ്പിൽ വെക്കുക, റൈറ്റ് കൈ ഇവിടെ ഇങ്ങനെ വെക്കുക. ഓക്കെ, എന്നിട്ട് 1 2 3 4 1 2 3 4 ഇതുപോലെ കുറച്ച് വരപ്പിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാം. ഓക്കെ, അതിനനുസരിച്ച് നമ്മുടെ ഹിപ്പ് ഒന്ന് കുലുക്കുക. ഓക്കെ, അപ്പോൾ 1 2 3 4 1 2 3 4. ഓക്കെ, അതായത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 1 2 3 4 1 2 3 4. ഫോർത്തിന് നിങ്ങൾ ചാടണം. ഓക്കെ, അപ്പോൾ അത് 3 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. 1 2 3 4 1 2 3 4 1 2 3 4. നമ്മളിവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഹിപ്പ് ഇവിടെ, കൈ ഇവിടെ തന്നെ ഹിപ്പിൽ വെക്കുക. 1 2 3 4. കുറച്ച് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും. ഓക്കെ, 1 2 3 4. ഓക്കെ, 4 രണ്ട്. അത് കഴിയുമ്പം നമ്മുടെ ലൂസ് ഹെയർ ആണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ഒരു സ്റ്റെപ്പുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബോഡി കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കുക. അപ്പോൾ അതിന് ഭംഗി ഉണ്ടാവും. എന്നിട്ട് കൈ വരുന്നത് 1 2. ഈ കൈ പോകുന്നതനുസരിച്ച് വേണം ഈ ഒരു ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. അപ്പം എങ്ങനെ വരും? 1 2. ഓക്കെ, കഴിയുമ്പോൾ ഒരു കാല് ഫ്രണ്ടിൽ വയ്ക്കുക, അതായത് റൈറ്റ് കാല് ഫ്രണ്ടിലോട്ട് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കി ഇങ്ങനെ വരിക. ലൂസ് ഹെയർ ആണെങ്കിൽ ഫ്രണ്ടിലോട്ട് വരും. ഓക്കെ, അപ്പം എങ്ങനെയാണ്? 1 2 3 4. ഇനി അത് കഴിയുമ്പം നമ്മുടെ റൈറ്റ് ലെഗ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനനുസരിച്ച് കൈ ഇങ്ങനെ പോകും. ഓക്കെ, 1 2 3 4. കഴിയുമ്പോൾ വീണ്ടും ടാപ്പ് തന്നെ ചെയ്യുക. 1 2 3 4. അതിനുശേഷം 1 2 3. പിന്നെ ഇവിടുത്തെ അടുത്ത് ഇങ്ങനെ വളർന്നു വരണം. ഓക്കെ, 1 2 3. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പാണ് വരുന്നത്. ഇത്ര മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. 1 2 3 4. അതായത് നമ്മൾ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ അനക്കുക. അതുപോലെ ഒരു ലെഫ്റ്റ് കാലം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലൂടെ ഹിപ്പ് ഒന്ന് ടാപ്പ് കൊടുക്കുക. 1 2 3. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാലടിച്ച് വെക്കുക. എന്നിട്ട് ജസ്റ്റ് 1 2 3 ഇങ്ങനെ വരിക. അപ്പോൾ 1 2 3 ഇതുപോലെ സ്റ്റെപ്പ് വരുന്നത്. കഴിയുമ്പോൾ നമ്മുടെ റൈറ്റ് ലെഗ് 1 2 3 4. ഫ്രണ്ട് വരും 1 2 3 4. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ റൈറ്റ് കാര്യം കുത്തി വെക്കുക. കുത്തി വെക്കുക. 1 2 3. നല്ലൊരു ഹാർട്ട് വരയ്ക്കുക. ഈ തമ്പ് വെച്ചിട്ട് ഒരു ഹാർട്ടൊക്കെ വരയ്ക്കുക. 1 2 3. എന്നിട്ട് തന്നെ 1 2. ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കും. എന്നിട്ട് ഇവിടെ അടുത്ത സ്റ്റെപ്പ് കാണുന്നത് പരതേനെ പിച്ചിട്ട് ആവുന്നില്ല. അതെന്താണ്? അപ്പം നമ്മൾ എന്ത് ചെയ്താൽ 1 2. അതിൽ ലെഫ്റ്റ് കാല് ഇങ്ങനെ കുത്തി വെച്ചിട്ട് റൈറ്റ് കാല് ടാപ്പ് ചെയ്യാം. ഓക്കെ, 1 2 3 4. അങ്ങനെ വരും. 1 2 3 4 ഇങ്ങനെ വരും. അപ്പം 1 2 3 4 ഇങ്ങനെ പോകും. എന്നിട്ട് 1 2 3 4. ആ സെയിം കാലും സ്റ്റെപ്പ് തന്നെ. എന്നിട്ട് കൈ എങ്ങനെ പോകും? ഇങ്ങനെ പോകും. ഇങ്ങനെ പോകും. ഓക്കെ,
1 2 3 4. ഓക്കെ, എന്നിട്ട് വീണ്ടും ആ സൈഡിൽ പോയിട്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് എന്നിട്ട് ഈ സൈഡിൽ പോവാം. ഓക്കെ, എന്നിട്ട് 1 2, അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് രണ്ടിച്ചൂടെ വെക്കുക. രണ്ടിച്ചു എന്നിട്ട് 3 ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് 1 2 3. ഓക്കെ, 1 2 3 1 2 3 ഇങ്ങനെ. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. അപ്പം അത്രയും കളിച്ച് നോക്കാം. അതിന് ശേഷം നമ്മൾ കാല് കുറച്ച് അകത്ത് വെച്ച് കുറച്ചൊന്ന് സിറ്റ് ചെയ്യുക. നമ്മളെ കൈ വരുന്നത് ഇങ്ങനെയാണ്, ഹിപ്പ് വരുന്നത് ഇങ്ങനെയാണ്. അതായത് 1 2 3 4. നമ്മുടെ ഹിപ്പ് ഒന്ന് നോക്കുക. 1 2 3 4. 1 2 3 1 2 3 4. 1 2 3 4. ഓക്കെ, അപ്പം അതായി. അത് കഴിഞ്ഞിട്ടുള്ളത്, അത് കഴിഞ്ഞിട്ടാണ് സ്റ്റെപ്പ് വരുന്നത്. നമ്മുടെ കാല് ഇതിങ്ങനെ പോകും, നമ്മുടെ കൈ ഇതിങ്ങനെ പോകും. ഓക്കെ, 1 2 ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ആദ്യം ഇങ്ങനെ പോകും, പിന്നെ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ പോകും, അപ്പം ഇങ്ങനെ വരും. അപ്പം ഈ കൈ പോകുമ്പോൾ നമ്മുടെ ഈ ഒരു റൈറ്റ് ലെഗ് ഇങ്ങനെ പോകും, നമ്മുടെ ബോഡി ശരിയാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോയതിന് ശേഷം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കാല് ജസ്റ്റ് ഇങ്ങനെ പൊക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ ഇങ്ങനെ വരും. ഓക്കെ, അപ്പം ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് 1 2 3 4 കഴിഞ്ഞിട്ട് 1 2 1 2. മനസ്സിലായല്ലോ. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് നേരത്തെ ചെയ്താണ് ഇതുപോലെ 1 2 3 4 1 2 3 4 2 3 4. पर्दे दे पीछे की है किसनू पता, पर्दे दे पीछे की है किसनू पता, कभी मी मैं चस्का चखावा, तैनू शरारत सिखावा, जदों नैना लड़ावा, तैनू शरारत सिखावा, जदों नैना लड़ावा, नैना च मेरे एक नीला समंदर, नैना च मेरे एक नीला समंदर, समंदर में डुबकी लवावा, तैनू शरारत सिखावा, जदों नैना लड़ावा, तैनू शरारत सिखावा, जदों नैना लड़ावा. സ്റ്റെപ്പ് വരുന്നത് കുറച്ച് ബോഡി മൂവ് ചെയ്യലാണ്. ഇതുപോലെ വേവ് പോലെ ഇങ്ങനെ മൂവ് ചെയ്യണം. അപ്പം കൈ വരുന്നത് 1 2 1 2. ഓക്കെ, ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് ചെയ്യാം. 1 2 1 2 1 2 3 4. റൈറ്റ് ലെഗ് ഇതുപോലെ ഇതുപോലെ വയ്ക്കുക. അതുപോലെ കൈ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്യുക. ഓക്കെ, അപ്പം 1 2 1 2 1 2 3 4. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട് 1 2 1 2 1 2 3 4. നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങി വരും. ഓക്കെ, കൈ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങി വന്നതിന് ശേഷം ഇവിടെ നിന്നതിന് ശേഷം കൈ ഇങ്ങനെ വെക്കുക. നമ്മുടെ റൈറ്റ് ഇതുപോലെ റൈറ്റ് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പം എങ്ങനെയാണ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കറങ്ങി
ചെയ്ത ആ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റേഷൻ ചെയ്തോളൂ. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ട്യൂട്ടോറിയൽ. ഇത്ര സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഈസി സ്റ്റെപ്സ് വേണമല്ല, നിങ്ങൾക്ക് പറ്റാത്ത എന്തെങ്കിലും സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ ഞാൻ മാറ്റി തരാം. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ട് റീലൊക്കെ ചെയ്തിടണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ മറക്കരുത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ പറയണം. ഉറപ്പായിട്ട് 100% ആയിട്ട് അതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ. നമ്മുടെ ഈ ഡാൻസിൻ്റെ ഫൈനൽ സ്റ്റേജ് നമ്മുടെ ചാനലിലുണ്ട്, അപ്പോൾ എല്ലാവരും പോയി കണ്ടാൽ മതി.